തമിഴ്നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? നിലവിലത്തെ അവസ്ഥയിൽ വിജയ്ക്ക് അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വരാൻ വേണ്ടി പറ്റുമോ? മറ്റുള്ള പാർട്ടികളുടെ എതിർപ്പ് എത്രത്തോളം വിജയ്ക്ക് നേരിടേണ്ടി വരും? ഇനിയുള്ള ഇനി മുന്നോട്ട് പോകുന്ന യാത്രയിൽ വിജയ് എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിടാൻ വേണ്ടിയിരിക്കുന്നത്? ഈ ഇലക്ഷൻ റിസൾട്ടിൽ വിജയ്ക്ക് എത്രത്തോളം അത് ഹെൽപ്ഫുൾ ആകും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സിനിമയും രാഷ്ട്രീയവും രണ്ടല്ല. സിനിമയും രാഷ്ട്രീയവും ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. അതായത് ഇപ്പൊ നമ്മൾ ഈ MGR തൊട്ടുള്ള നമ്മുടെ ചരിത്രം നമ്മൾ എടുക്കുവാണെങ്കിൽ തന്നെ സിനിമയിൽ നല്ലൊരു രീതിക്ക് ഫേമസ് ആകും, പോപ്പുലാരിറ്റി ഫസ്റ്റ്, ആളുകളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും അധികമായിട്ട് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഈയിടെ നമ്മള് വാഴ 2 എന്ന് പറയുന്ന ഒരു സിനിമ വന്നു. അപ്പോൾ അതിനകത്ത് ഹാഷിർ ആൻഡ് ടീംസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളവർ അവർ ഫസ്റ്റ് ഉണ്ടാക്കിയെടുത്ത പോപ്പുലാരിറ്റിയാണ്, ഫസ്റ്റ് പോപ്പുലാരിറ്റി. അത് കഴിഞ്ഞിട്ടാണ് ഒരു സിനിമയിലേക്ക് വരുന്നത്. സാധാരണ ആളുകൾ സിനിമകളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടാണ് അവർ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ പോപ്പുലർ ആവുന്നത്. ഇവരുടെ ഒരു കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഫസ്റ്റേ പോപ്പുലർ ആയി, പിന്നീടാണ് ഒരു സിനിമയിലേക്ക് വരുന്നത്. അത് ആ സിനിമയ്ക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലും ഫസ്റ്റ് പോപ്പുലാരിറ്റി. അത് കഴിഞ്ഞിട്ടാണ് ഈ നമ്മളെ ആളുകൾ എത്രത്തോളം നമ്മളെ അറിയാം എന്നുള്ളതാണ് നമ്മുടെ വോട്ട്. ഒരാൾക്ക് നമ്മളെ അറിയാമെങ്കിൽ അവർക്ക് ആ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യാൻ തോന്നിയാലോ, ഒരു അതിശയോക്തി പറഞ്ഞതാണ് കേട്ടോ. അത് മാത്രമല്ല, വോട്ടിങ്ങിന് മറ്റുള്ള ഒരുപാട് പേഴ്സണൽ പ്രിഫറൻസും ഒക്കെ ഉണ്ടാവാം നമ്മൾ ഒരാൾക്ക് വോട്ട് കൊടുക്കുന്നതിൽ. അതൊക്കെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. ഇപ്പൊ തമിഴ്നാട്ടിലെ ഒരു അവസ്ഥയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ, ഈ രണ്ട് കക്ഷികളുടെയും എതിർപ്പ് നേരിടേണ്ടി വരുന്ന ഒരാളായിട്ട് വിജയ് മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വിജയുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഇടക്കാലം കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ സിനിമയുടെ മുടക്കമാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഇവർ പറയുന്ന, ഈ പാർട്ടിയിൽ തന്നെ പറയുന്നത് ഓപ്പോസിറ്റ് പാർട്ടിയുടെ സമ്മർദ്ദം അങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെയാണ് അവർ തന്നെ പറയുന്നത്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെയാണല്ലോ, ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയെ എതിർത്ത് പറയുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതിലും അങ്ങനെ തന്നെയാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് വരുന്ന ഇലക്ഷനിൽ വിജയ്ക്ക് നല്ലൊരു ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് പോപ്പുലാരിറ്റി ഫസ്റ്റ് ആണ്. ഇപ്പൊ അദ്ദേഹത്തെ അറിയാത്ത ആളുകളില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആക്ടറാണ് തലപതി വിജയ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പോപ്പുലാരിറ്റി അദ്ദേഹത്തെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഇദ്ദേഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തുന്ന യാത്രകളിലൊക്കെ വരുന്ന ജനക്കൂട്ടം, ആ ഒരു കൗണ്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പോപ്പുലർ ആണ് ഇദ്ദേഹത്തിനുള്ള ആ ഒരു ഇമേജ്, എത്രത്തോളം തമിഴ്നാട്ടിൽ പോപ്പുലർ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ഇലക്ഷന് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല രീതിക്കുള്ള വോട്ടും വിജയ് കിട്ടാൻ വേണ്ടി സാധ്യതയുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഇറങ്ങിച്ചെന്ന് ഈ തമിഴ്നാട് രാഷ്ട്രീയം ഒന്ന് നോക്കുകയാണെങ്കിൽ, വിജയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ, വിജയ് ഇപ്പൊ മത്സരിക്കുന്ന മണ്ഡലമാണെങ്കിൽ പോലും ഒരുപാട് ന്യൂനപക്ഷങ്ങളുള്ള മണ്ഡലങ്ങളിലാണ് സ്ഥലങ്ങളിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള വിഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ഇപ്പൊ അവിടുത്തെ പ്രചാരണം എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ നമുക്ക് കേരളത്തിൽ നടക്കുന്ന പോലെ അങ്ങനെയാണോ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഇറങ്ങി നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷേ എന്നാലും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ കാണുന്ന ഒരു കാര്യങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് വിജയ്ക്ക് ഒരുപാട് ഇപ്പൊ സാധിക്കുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൂടെ ആണെങ്കിലും ഒരു എനർജറ്റിക് ആയിട്ടുള്ള, പണ്ടൊക്കെ വിജയെ പറ്റി പറയുമായിരുന്നു ഒരു അന്തർമുഖനായിട്ടുള്ള ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരുപാട് സംസാരിക്കില്ല. ഇപ്പൊ സെറ്റിലൊക്കെ ആണെങ്കിലും ഒരു കസാരയൊക്കെ ഇട്ട് കുറച്ച് മാറി ഒറ്റയ്ക്കിരിക്കും എന്നൊക്കെ കോ ആക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരാള് ഇത്രയും മാറി ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഇത്രയും പവർഫുൾ ആയിട്ടുള്ള, റിയൽ ലൈഫിലാണ് കേട്ടോ, സിനിമയിലല്ല, റിയൽ ലൈഫിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ആരാധകരെ വോട്ടേഴ്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്ന കുറച്ച് മേഖലകളാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും, അത് മാത്രമല്ല ഈ ഇടങ്ങളിൽ നടന്ന ഒരുപാട് കാര്യങ്ങളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ബാധിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിനെ എങ്ങനെയാണ് നമ്മൾ നേരിടുക എന്നുള്ളതൊക്കെ രാഷ്ട്രീയത്തിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ ഉള്ള നിലവിലത്തെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള രണ്ട് കക്ഷികൾ, പ്രധാനമായിട്ട് നിൽക്കുന്ന മാറി തമിഴ്നാട് കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കക്ഷികളെ എതിർക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ടഫാണ്. കാര്യം അത് കുറച്ച് റൂട്ടഡ് ആയിട്ടുള്ള പാർട്ടിയാണ്. തമിഴ്നാട്ടിൽ കുറച്ചും കൂടെ റൂട്ടഡ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് പാർട്ടീസാണ് അവര്. പക്ഷെ വിജയ് എന്ന് പറയുന്ന ഒരു പുതുമുഖമാണ് അല്ലെ. ഇപ്പൊ വിജയുടെ കൂട്ടത്തിൽ മത്സരിക്കുന്ന, അല്ലെങ്കിൽ ആ പാർട്ടിയിൽ വിജയ്ക്കൊപ്പം മത്സരാർത്ഥികളുണ്ട്. അപ്പോൾ ഇവരെ പറ്റി ഒന്നും നമുക്കറിയില്ല, ഇവരെ പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല. വിജയ് എന്നൊരു ഒറ്റ ലീഡറിന്റെ പേരിലാണ് ഇത് പോകുന്നത്. അപ്പം അങ്ങനെ പോകുന്നതുകൊണ്ടുള്ള ഗുണവും ദോഷമുണ്ട്. ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് പ്രചാരണം കുറച്ചും കൂടെ വേണ്ടി വരും അല്ലേ. ഇപ്പോൾ എല്ലായിടത്തും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു സാഹചര്യങ്ങൾ കുറവുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആൾത്തിരക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, ഈയിടെ കരൂരിൽ നടന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിലും അതിനൊക്കെ ഒരുപാട് തെളിവുകളാണ്. അതായത് ഒരുപാട് ജനത്തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും അപകടം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ
ഇങ്ങനെ ഈ വിജയെ മാത്രം എല്ലാവരും അറിയുന്നു, ദളപതി വിജയ് എല്ലാവരും അറിയുന്നു എന്നുള്ളത് കൊണ്ട് ഒരു പാർട്ടി വിജയിച്ച് മുന്നോട്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ മാജിക് സംഭവിക്കാം. അതായത് ഈ വരുന്ന ഇലക്ഷന് ആളുകൾ എങ്ങനെ മാറി ചിന്തിക്കുന്നു, തമിഴ്നാട്ടിലെ ജനങ്ങൾ എങ്ങനെ മാറി ചിന്തിക്കുന്നു എന്നുള്ള രീതിക്ക് അവിടുത്തെ അവസ്ഥകൾ മാറാം. ഒരുപാട് സ്റ്റീരിയോടൈപ്പിക് ആയിട്ടുള്ള രക്ഷകൻ റോൾസ് ഒക്കെ അദ്ദേഹം ചെയ്തു എങ്കിൽ പോലും അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ തമിഴ്നാട്ടിൽ ഇപ്പൊ അവർ തന്നെ ചിന്തിച്ചുകൂടെ, ഇപ്പൊ ഒരു ചേഞ്ച്, കുറെ കാലങ്ങളായിട്ട് ഒരേ റിപ്പീറ്റേഷൻ കാണുന്നു, ഇനി ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഇദ്ദേഹം നമുക്കൊരു നല്ലതുണ്ടാക്കി എന്തെങ്കിലുമൊക്കെ നല്ലത് തരുമോ എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടായിക്കൂടെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. തമിഴ്നാട്ടിൽ ഭയങ്കരമായിട്ട് നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് തമിഴ്നാട്ടിലെ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രഡിക്ഷൻസ് എന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.